നമ്മളതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് വണ്ടി റിവേഴ്സ് എടുത്തോണ്ടിരിക്കുക, എന്നിട്ടത് ഇടിച്ച് മാറ്റിക്കൊണ്ട് പോവുക. തട്ടി മാറ്റി കളഞ്ഞു. ഇനിയിപ്പം എന്താ കേട്ടാ, ഫ്രണ്ടിൽ കാണുന്ന പോസ്റ്റ് കണ്ട, അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അന്ന് മൂവിങ് ഇല്ല, ചിലപ്പോൾ കാര്യം നടക്കും. ബസ് കൊണ്ട് കാര്യം നടക്കില്ല. നമുക്ക് പോയിട്ട് ഒരു ട്രാക്ടറോ ക്രെയിനോ എടുത്തിട്ട് വരാം. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു GTA 5 പാർട്ട് 5 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് നമുക്കിനകത്ത് പ്രത്യേകിച്ച് മിഷനൊന്നുമില്ല. ഇതിൽ കയറി വെറുതെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴാണ് ഒരു ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കയറിയുന്നത്. അതെന്നെ ഇടിച്ചിട്ടിട്ട് പോയി. അപ്പം തുടങ്ങിയ വാശിയാണ് ട്രെയിനെ നിർത്താൻ വേണ്ടി ഓരോരോ സാഹസങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ട്രെയിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. ലെറ്റ്സ് ഗോ. കാർ കൊള്ളാം അല്ലേ? കൊള്ളാം. വിളിക്കുന്ന എന്താണ് ആൾക്കാരൊക്കെ അല്ലേ? പിന്നെ അവളെ വണ്ടി എടുത്ത് അവൾ ഉപയോഗിക്കുക. വണ്ടി കൊള്ളാം, എനിക്കിഷ്ടമായി. നമ്മളെ ജോൺ വിക്കിൻ്റെ ഒക്കെ ഒരു കട്ട് അത്ര ജില്ലയിൽ കുഴപ്പമില്ല. അപ്പോൾ ട്രെയിനിൻ്റെ ഇടതുവശത്ത് കൂടി പോകുന്നുണ്ട് കേട്ടോ, പാലത്തിൻ്റെ മണ്ടയിൽ കൂടെ. നമുക്കൊരു വലിയ വണ്ടിയാണ്, അതിന് ഈ ബസ് ഓക്കെ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ചേട്ടാ പെരുന്നോന് പോണൊക്കെ തെരു വിളിക്കാനുള്ള ബസ്സിൽ കയറിയതിന് കാണിച്ചു തരാം. അവരാരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, ഡ്രൈവർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. നമുക്ക് അവളെ കൊണ്ട് ആ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് സാഹസം കാണിക്കാം. ബാ, ഇരുട്ടാണെങ്കിലും GTA എന്നടേ 2013 ഇറങ്ങിയ സാധനമാണെങ്കിലും ഇവിടെ റോട്ടിൽ കൂടെ അവിടെ ബൈക്ക് ഓട്ടിക്കുന്നത് കൊണ്ട് പൊക്കോ. നീ വലിയ വണ്ടികൾ പോണ സ്ഥലത്താണ് പോട്ടെ. അതാ ട്രെയിൻ അവിടെ ഉണ്ട്, ഒരുപാട് ദൂരം ഒന്നും ഇപ്പം ശരിയാക്കി തരാം. അതൊക്കെ ബാക്കിൽ നിന്നുകൊണ്ട് ഇടിച്ചു നോക്കാം, ചിലപ്പോൾ പാളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. നോ ഇമ്പാക്ട്. സൈഡിൽ കൂടെ പോയി തട്ടി നോക്കാം. നോ ഇമ്പാക്ട്. നമ്മളെ വണ്ടിക്ക് കുറച്ചുകൂടി സ്പീഡ് വേണമായിരുന്നു അല്ലേ? ആരടാ കീ അടിക്കുന്നത്? തൽക്കാലം എൻ്റെ ഫോക്കസ് ട്രെയിൻ ലാൻഡ് ചെയ്യാൻ നിന്നെയൊക്കെ വെറുതെ വിടുക. ഇതൊന്നും നടക്കൂല. നമുക്ക് അങ്ങ് മുന്നിൽ പോയിട്ട് ഓപ്പോസിറ്റ് പറന്നു വന്ന് ഇടിക്കാം, ചിലപ്പോൾ അത് വർക്കൗട്ടാവും. ഓക്കെ, കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. ട്രെയിൻ എവിടെ വരെ എത്തി? പൊട്ടെ. ട്രെയിൻ അങ്ങ് നിൽക്കുക. അതാ ഇവിടെ ഇത് വന്നാറാ ബസ് സ്റ്റോപ്പ്. ട്രെയിൻ സ്റ്റേഷൻ വന്നു. നമുക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് റിവേഴ്സ് എടുക്കാം. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല എന്താ പറയുക, ഒടിവൊക്കെയുള്ള വണ്ടി. നൈസ്. പൊട്ടെ. ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇടിച്ച് തിരിച്ചെടുത്തണ്ട നമ്മളെങ്ങ് കൊടുക്കാം കേട്ടോ. മോനെ, ഞാൻ അവിടെ തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഇടിച്ചിട്ട് കറക്കി നമ്മളെ ബസ് എടുത്ത് കമത്തിയിട്ടാണ് പൊക്കളഞ്ഞത്. ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. ഈ ട്രെയിനിനെ അങ്ങനെ ഇങ്ങനെ നിർത്താൻ പറ്റും തോന്നുന്നില്ല, പക്ഷെ നമ്മൾ നിർത്തുന്നവരത് ശ്രമം പാഴാക്കത്തില്ല. നോക്കിക്കോ. പൊട്ടെ. വലിയ വണ്ടി വളച്ചു വന്നപ്പോൾ തന്നെ ട്രെയിൻ എവിടെയോ എത്തി കേട്ടാ. അയ്യോ, അതുണ്ടല്ലേ, ഇതിൻ്റെ ബാലൻസ് പോയി. അവിടെ നമുക്ക് 2 തട്ട് കിട്ടിയില്ലേ? ആ കിട്ടിയ തട്ടിൽ വണ്ടിക്ക് എന്തോ ഡാമേജ് വന്നിട്ടുണ്ടെന്ന് കേട്ടോ തോന്നുന്നത്. ടണലിൽ കയറി. ബാ, ഒന്നും സംഭവിച്ചില്ല. അതെന്താ ട്രെയിനിൽ നിന്നാണ് നമ്മളെ ബസ്സിൽ നിന്നാണെന്ന് അറിയില്ല, ഏതൊരു അമ്മാമ്മ തെറിച്ച് വിടും കേട്ടോ. കിടക്ക് നോക്കി. സോറി ഗ്രാൻഡ്മാ, ഐ ആം ഗോയിങ്. അയ്യോ, കുഞ്ഞു ടണൽ വരുന്നു കേട്ടോ, സെപ്പറേറ്റ് ആവും. നമ്മൾ ഓവർടേക്ക് ചെയ്തില്ലടോ, പറ്റത്തില്ല. ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ബാക്കിൽ കൂടെ പോകാനേ രക്ഷയുള്ളൂ, ഈ ടണൽ തീരുന്നത് വരെ. ഇതിനകത്ത് നിന്ന് ആരോ തെറി വിളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി സ്പീഡിന് പോയിട്ട് ഇടിക്കാം. അവൾ അങ്ങനെ അതിനകത്ത് സൂചിച്ചിരിക്കണ്ട. കൊള്ളാല്ലേ, ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വേണ്ടി കളിച്ചിട്ടില്ല. ട്രെയിനിന് ഒരു ഇമ്പാക്റ്റും ഇല്ല. എവിടെയെങ്കിലും കൊണ്ട് നമ്മളെ ബസ് കുറുക്കനെ ബ്ലോക്ക് ഇട്ടാലേ കാര്യം നടക്കുള്ളൂ. പുറത്തെത്തിയോ അപ്പോഴേക്കും? ഇവിടെ ഇപ്പം എവിടെ കൊണ്ട് കുറുക്കിടുക? ഇവിടെ നിന്നൊക്കെ പാളം തെറ്റാനുള്ള സാധ്യതയുണ്ട്. ബസ് ഇടിച്ച് ബാക്കി ഇരിക്കുന്നവരൊക്കെ മര്യാദയ്ക്ക് ഉണ്ടായിരുന്നോ? നോക്കി തെറി വിളിക്കുന്നത്. ബോംബിട്ട് കത്തിച്ചളഞ്ഞാലത്തിനെ. ഒരു ബസ്സിന് മര്യാദയ്ക്ക് പോകാൻ പറ്റും. ഇതിനകത്തുകൂടി എങ്ങനെയാണ് ഒരു ട്രെയിൻ പോയത്? പറന്നു പോയി നമുക്ക് ഇടിക്കാം. പാളം തെറ്റാൻ സാധ്യത കുറവാണ് ഇതിനകത്തുനിന്ന്. കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ തന്നെ നിർത്തും. അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ടേ നമുക്ക് റിവേഴ്സ് എടുത്ത് നോക്കാം. ബ്ലോക്ക് ഇട്ടിട്ട് ഇടിക്കണ്ട. ഓക്കെ, റിവേഴ്സ്. സ്ലോ ആവുന്നുണ്ടോ? ബസ്സിൻ്റെ ഫ്രണ്ടൊക്കെ പറഞ്ഞിട്ട് കിട്ടിയില്ല. ഈ പോസ്റ്റ് ഒന്ന് മൂവിങ് അല്ല, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കുറുക്കിട്ടാൽ ചിലപ്പോൾ കാര്യം നടക്കും. നൈസായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുരുക്കിട്ടപ്പോൾ സംഭവം പൊട്ടിത്തെറിച്ച്, പക്ഷെ നമ്മൾ തെറിച്ച് പോയില്ല. ട്രെയിനെ നിർത്താനും പറ്റിയില്ല. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഏതെങ്കിലും കാർ എടുത്ത് ഈ സബ്വേയിലോട്ട് വരിക. ഓക്കെ, ഈ അടിയിലത്തെ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് വരിക. അതിനകത്തോട്ട് വന്നതിന് ശേഷം ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ മര്യാദ കൊട്ടിച്ച് വന്നാൽ മതി.
അതിന് ശേഷം ഇതിൻ്റെ മണ്ടേ കയറണം. ഓക്കെ, ഗ്രാഫിക്സ് ഒക്കെ നോക്കിയാൽ നൈസല്ലേ, പുറത്തുനിന്ന് മാറിയപ്പോൾ ഒരു സമാധാനമുള്ള അന്തരീക്ഷം. ഫസ്റ്റ് ഫ്ലോർ ഇതിൻ്റെ കാര്യമില്ല, നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ കയറണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മണ്ടേ കയറിയിട്ട് ഒരു ട്രെയിൻ വരുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഒരു ട്രെയിൻ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടി കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ നമുക്ക് വേണ്ടി നിർത്തി തരും. സബ്വേ ആയിട്ടാണ് നിർത്തുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നേരത്തെ ചാടിപ്പോഴും നിർത്തിയിട്ടില്ല. ഇവിടുന്ന് എടുത്ത് പെട്ടെന്ന് ചാടി കഴിയാൻ നിർത്തുന്നു. നോക്കിയോളെ, ട്രെയിൻ വരുമ്പോൾ എടുത്തങ്ങ് ചാടി കൊടുത്താൽ മതി. അത് എൻ്റെ പ്ലാനിലുള്ള കാര്യമല്ലായിരുന്നു. നിർത്തിയാ കണ്ടാ, ട്രെയിൻ നിർത്തി, ഇത്രേ ഉള്ളൂ, മിഷൻ സക്സസ്. അത് ഞാൻ മാറിയോണ്ടാണ് ട്രെയിൻ എടുത്തുകൊണ്ട് പോയത്, ട്രെയിൻ നിർത്തിയതാണ്. ഇത് സബ്വേയിൽ ഓൾറെഡി അവർ നിർത്തുന്നത്. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എരിവിന് ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞിട്ട് വരാം. എന്താ ട്രെയിനിലാണോ പോണത്?